വണ്ടി അങ്ങോട്ടും പോലില്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ചങ്ങായി എന്നാൽ വായ വണ്ടിയുമ്പോൾ കയറുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടിയും മുത്തിപ്പിടിച്ച് കയറി. പിന്നുള്ള യാത്രയായിട്ടായി കാണുന്നത്. ചോദിച്ചപ്പോൾ എവിടേക്കാണെന്നും പറയുന്നില്ല, വണ്ടിയുമ്പോൾ കയറുന്നതാണ്. പിന്നെ അത് യാത്ര തുടരുകയാണ് കേട്ടോ. നമ്മൾ മൈൻഡിൽ ഒറ്റ യാത്ര കേട്ടോ. അങ്ങനെ പോയി 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 എവിടേക്കോ എത്തിപ്പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങടാ പോകണമെന്നുള്ളത്. എനിക്കൊരു പിടുത്തം തരുന്നില്ല. ചങ്ങായി ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ അടുത്തെത്താനായിട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് എവിടെ നേരെ ഹൈവേയിൽ കയറിയപ്പോൾ ഇതെങ്ങോട്ടാണ് പോകണമെന്നുള്ളതായിട്ടോ ചോദ്യം. ഒരു കാറ് കണ്ടു, ഹോണ്ടർ. ഈ കാർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല, അതിന് പേരൊന്നുമില്ല. പിടി തരാണ്ട് ചങ്ങായി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മളാകെ കൺഫ്യൂഷനാട്ടോ. കാരണം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് കണ്ണടക്ക് വെച്ചിട്ട് സെറ്റായിട്ടാണ് പോകണം. നമ്മൾ വീണ്ടും തുടർന്നുണ്ട്. അടുത്ത സ്പോട്ടായി മണ്ണുത്തി എത്തിയിട്ടോ. മണ്ണുത്തി എത്തിയപ്പോൾ നമ്മൾ കിടിലൊരു പള്ളി കണ്ടു. ഒരു വഴിക്ക് പോകല്ലോ, പള്ളിയിലൊന്ന് കയറിയിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും സമയമില്ല, നമുക്ക് അവിടെ എത്താൻ നേരം വഴുകുന്നതാണ്. അങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴാണ് ഒരു ബസ് നമ്മുടെ മുന്നിൽ ചാടിയത്. മൂപ്പരാണെങ്കിൽ ബസ് കൊണ്ട് ബൈക്കറ്റ് പോകണ മാതിരി പോണത്. താടെ നിന്ന് പുച്ചകത്തോടെ നമ്മളും കണ്ണാടൊന്ന് ശരിക്കും വെച്ചിട്ട് യാത്രകൾ വീണ്ടും നമ്മൾ തുടർന്നു. നേരെ ചങ്ങായി ആണെങ്കിൽ 100-110 ഒരേ പെട. ബസ്സാരം മാറ്റി കൊടുക്കാത്തതിൻ്റെ ദേഷ്യം ചങ്ങായിയുടെ മുഖത്തും കാണാം. അങ്ങനെ നേരെ ഹൈവേ കയറിയിട്ട് പോകണ കാഴ്ചട്ടോ ഈ കാണുന്നത്. കൂടെ കിട്ടിയതിൻ്റെ സന്തോഷം ചങ്ങായിയുടെ മുഖത്തും കാണാം. അങ്ങനെയുള്ള പോക്കൊന്നുമല്ല, എങ്ങനെ പോകണമെന്നുള്ള എപ്പോഴും ക്ലിയർ ആയിട്ടില്ല എന്നുള്ളതാണ്. കൊച്ചിയിലേക്കാണോ ചോദിച്ചാൽ കൊച്ചിയിലേക്കും അല്ല, എവിടേക്കാണെന്ന് ഒരു പിടുത്തമില്ല. ഈ വഴിയെ കണ്ടാൽ മതി എന്നാണ്. പോണ വഴിയിൽ കുറേ കാഴ്ചകളും കാര്യം. നല്ല റോഡാണെങ്കിൽ റോഡിൻ്റെ നടുവിൽ എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്നാണ് ചങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരേ യാത്ര ഏതോ സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട്, തൃശ്ശൂർ കൊച്ചി എന്നുള്ള സൈൻ ബോർഡ്. യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പോണ ഇടയിൽ വീണ്ടും റോഡിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മളൊരു BMW നമ്മുടെ മുന്നിൽ വിട്ട് ഈ ബൈക്കൊക്കെ മാറ്റിയിട്ട് എന്നാണ് ഇങ്ങനെ ഒരു കാറിൽ പോകാൻ പറ്റുകയാണെന്നിട്ട് ചങ്ങായി പറയുന്നത്. സിഗ്നൽ കിട്ടി, പക്ഷേ സിഗ്നലൊന്നും നമുക്കൊരു പ്രശ്നമില്ല എന്നുള്ളതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ വഴി ഉണ്ടാക്കിയിട്ട് പോവുകയാണ്. എന്നിട്ട് ഏറ്റവും മുമ്പിൽ നിർത്താനുള്ള പരിപാടി കേട്ടോ. എല്ലാം മൊത്തം പൊളിച്ചിട്ടിരിക്കുന്ന കാരണം വേറൊരു മാർഗ്ഗമില്ല, ഇടയിൽ കൂടെ കൊണ്ടുപോയി കയറ്റി നിർത്തിയ കാഴ്ചട്ട് പോയി കാണുന്നത്. ഓക്കെ, വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. നേരെ തൃശ്ശൂർ തിരുവനന്തപുരം എന്നൊക്കെ കാണണം കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടോളിൻ്റെ അവിടെ എത്തി. ടോളിലെത്തിയപ്പോൾ ഒരു മാരക ബ്ലോക്ക്. ജെറ്റിന് എന്ത് ബ്ലോക്ക് എന്ന് സൈഡിൽ കൂടെ ഇല്ലാത്ത വഴികളൊക്കെ ഉണ്ടാക്കി നേരെ ഒരു KSRTCയുടെ മുന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിട്ടേ കാണുന്നത്. ഞാൻ വിചാരിച്ചു വണ്ടി തട്ടിയില്ല എന്ന്, പക്ഷേ ചങ്ങായി ചവിട്ടി നിർത്തിയിട്ട് വണ്ടി. അങ്ങനെ യാത്ര വീണ്ടും തുടർന്നു. നേരെ KSRTCയുടെ മുന്നിൽ എടുത്തിടുന്ന ഒരു കാഴ്ചട്ടപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണം. നമ്മൾ ബസ്സിനും ആംബുലൻസിനൊക്കെ പോകാണ്ടാക്കിയ പ്രത്യേക എൻട്രൻസിൽ കൂടെ കേട്ടോ നമ്മളും കടന്നു പോകണത്. കാര്യം ഇവൻ്റെ വേറെ കണ്ടു പേടിച്ചിട്ടാണോ അയാൾ അങ്ങേ സൈഡ് കൊടുത്ത് പോയി. അതിൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ കയറ്റി നേരെ അപ്പുറത്തേക്കും ചാടി. ഈ ബ്ലോക്കൊന്നും എനിക്കൊരു പ്രശ്നമില്ലാന്ന ഉച്ചഭാഗത്തോടെ ചങ്ങായി ഒരേ പിടി, ഒന്നും നോക്കിയില്ല. ടോൾ കടന്ന് അപ്പുറത്തെ റോട്ടിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി എവിടെയും നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല. ഇവിടെ എവിടെയും കടകളില്ല, ഇവിടെ നിർത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെ. എനിക്ക് വെള്ളം കുടിക്കണം തന്നെ ഒരേ വാശി, നടക്കട്ടെ എന്ന്. അങ്ങനെ വണ്ടിയിൽ എണ്ണടിക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് തുറന്ന് നോക്കണ കാഴ്ചട്ടപ്പോൾ കാണുന്നത്. എണ്ണടിച്ചപ്പോൾ അവരെന്തൊക്കെയാണ് എന്നിട്ട് വർത്താനം പറയുന്നത്. അതിനിടയ്ക്ക് ചങ്ങായി വണ്ടിയിൽ എണ്ണ കയറിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണ തിരക്കിലാട്ടോ. അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തുടർന്നു. നടക്കണ കാരണം നല്ല സ്പീഡിൽ പോകാൻ പറ്റില്ല എന്നുള്ള പ്രശ്നത്തിലാണ് ചങ്ങായി കേട്ടോ. കാരണം നമുക്ക് ഹെൽമെറ്റ് ഒന്നും വേണ്ട, പാരത്തിന് വെയിലുള്ള ഒരു തൊപ്പി മാത്രം മതി എന്നാണ് ചങ്ങായി പറഞ്ഞത്. പോലീസ് വണ്ടി കണ്ടപ്പോൾ ചങ്ങായി പതുക്കെ സൈഡാക്കിയിട്ട വണ്ടി. ഹെൽമെറ്റും കണ്ണടക്കം വെച്ചിട്ട് നമ്മളും രാജാവിന് വഴിയൊരുക്കടേ എന്നുള്ള ക്യാപ്ഷനിലെ ചങ്ങാതി. ഇപ്പോൾ വീണ്ടും അടിപൊളി റോഡ്, ഒരേ പട. ചങ്ങായി പറഞ്ഞു 100-110 പോകുന്നു. വർക്ക് ചെയ്താലും രക്ഷപ്പെട്ടു, കാരണം 150 പോകണം. സ്പീഡ് ബ്രേക്കിൽ പിടിക്കാൻ പറ്റില്ല എന്നാണ് ചങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യാത്ര ഗംഭീരമാണ്, റോഡ് അടിപൊളിയാണെന്നാണ് ചങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അടുത്ത പോലീസ് ജീപ്പ് കിട്ടിയപ്പോൾ ചങ്ങായി വീണ്ടും പതുക്കെ സൈഡാക്കി. അങ്ങനെ യാത്രകൾക്കൊടുക്കൽ ഇപ്പോഴാണ് മനസ്സിലായി നമുക്ക് എങ്ങടാ പോകണം എന്നുള്ളത്. നമ്മളെല്ലാവരും കാത്തിരുന്ന സ്ഥലം കേട്ടോ, അതിരപ്പള്ളിക്കാണ് പോകണത്. അതിരപ്പള്ളിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഉച്ചഭാഗത്തോടെ ഞാൻ ബാക്കിലിരുന്ന് കുശു പറയണ കാഴ്ച ഉണ്ടോ ഈ കാണുന്നത്, കണ്ടില്ലേ? അതിരപ്പള്ളിയൊക്കെ നമ്മൾ എത്ര വട്ടം പോയിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ സമയത്ത് പോകാൻ പറ്റിയതിലും വലിയൊരു നല്ല സ്ഥലമില്ല എന്നാണ് ചങ്ങായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊടുക്കത്തെ സ്പീഡ് കറണ്ട് തലയിൽ ഹെൽമെറ്റ് പോകുന്നുള്ള പേടി നിൽക്കും. പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വണ്ടി ഒന്ന് നിർത്തണമെന്ന് പറയുമ്പോൾ ചങ്ങായിക്ക് ഒരേ വണ്ടി നിർത്താൻ പറ്റില്ല പോകുന്നത്. അങ്ങനെ നമ്മൾ ഒടുവിൽ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ട് ചങ്ങന്മാരെ അല്ലേ കണ്ടത്. ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് കടത്തി വിടില്ല എന്ന് ഒരേ വന്ന് ഇതിനാണോ എന്നുള്ള പുച്ഛഭാവം. ജെറ്റാണെങ്കിൽ ചാരി വെച്ചു ചൂട് കാരണം. തന്നെ വേറെ ടീമുകൾ കടക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കടത്തി വിടില്ല എന്നുള്ള ഒരേ വാശിയിലാണ് ഫോറസ്റ്റ് നിൽക്കുന്നത്. പറ്റാത്ത പുച്ഛത്തോടെ ചങ്ങയുടെ മൂത്ത് നോക്കിയിട്ട് നമ്മളൊരു ആക്കി എളി കളിച്ചിട്ട് നിൽക്കണമെന്ന് പട്ടപ്പി കാണുന്നത്. ഇത്രയും സഞ്ചാരം അടിച്ച് അവിടെ നിന്ന് ഇല്ലാത്ത സ്പീഡൊക്കെ എടുത്ത് വന്നു എന്നുള്ളത് ഞാനും ചങ്ങായിയോട്. ഇതിൽ ഇന്നേ വരെ ഇങ്ങനെ വന്നിട്ട് മടങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്നിട്ട് ചങ്ങായി പറയണത്. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് നോക്കി, പക്ഷെ അവിടെ ഒന്നുമില്ല. ഏകദേശം 6 മണിയായ സമയമായ കാരണം ഒന്നുമില്ല, എല്ലാം പൂട്ടിപ്പോയ ഒരു അവസ്ഥ കേട്ടോ കണ്ടത്. നോക്കാനില്ല, തിരിക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഓപ്ഷനും അവിടെ ഇല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി തിരിച്ച് പോകണ കാഴ്ചട്ടോ. വെള്ളം പോലും കുടിക്കാൻ നിർത്താതെ നേരെ പടച്ചു വന്നിട്ടുള്ളൊരു അവസ്ഥ കേട്ടോ പോയി കണ്ടത്. ഇക്കാണെങ്കിൽ അയച്ചിട്ട് പോയി, നമുക്കാണെങ്കിൽ വഹിച്ചിട്ടും വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേട്ടോ. ഇക്കാൻ കിട്ടുമെന്ന് അന്വേഷിച്ച് പോകണതിൽ ഇടക്കാട്ടോ ഒരു വെള്ളച്ചാട്ടം ചെറുത് കണ്ട്. ഏതായാലും വന്നതല്ലേ, ഏതായാലും കണ്ടിട്ട് പോകാന്നുള്ള നിലക്ക് നമ്മളോട് ഇറങ്ങി. ചട്ടത്തിന് അവിടേക്ക് കയറുന്ന കാഴ്ചട്ട് പോയി കാണേണ്ടത്. കാണാണ്ട് അവിടെ വന്നിട്ട് എങ്ങനെ തിരിച്ചു പോകാന്നുള്ള ഉത്സവത്തോടെ ഞാനും കയറി ഒന്ന് നോക്കി. മുദ്രയ്ക്കാൻ പോയപ്പോൾ ഓനൊന്ന് കളിയാക്കി ചിരിക്കും ചെയ്തു. ഒക്കെ കയറി കണ്ട് നമ്മൾ മൊത്തം ഒന്ന് വീക്ഷിക്കണ കാഴ്ചട്ടോ ഈ കാണുന്നത്. അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത സങ്കടമാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത്. തന്നെ വന്ന ഫാമിലി ആട്ടോ, അവർക്കും കടക്കാൻ പറ്റില്ല. അവരും അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് കുട്ടികളെയും വെച്ചിട്ട്. നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഏതായാലും നമ്മുടെ സങ്കടങ്ങളൊക്കെ അവിടെ ഒതുക്കിയിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ തിരിച്ചു പോരുന്ന കാഴ്ചയാണ് വീണ്ടും കാണുന്നത്. ഇവിടെ ഇറങ്ങിയപ്പോൾ ഏകദേശം 7 മണി 7:30 മണി ആയിട്ടോ.
ഇനി എന്തായാലും അടുത്ത ഡെസ്റ്റിനേഷൻ എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. കാടായ കാരണം വല്ല പുലിയോ സിംഹമോ ഇറങ്ങുമോ എന്നുള്ള പേടി കൊണ്ട് നോക്കുമ്പോൾ പുലി പോയിട്ട് ഒരു പൂച്ചക്കുട്ടിയെ പോലും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല എന്നുള്ള കേട്ടോ ഏറ്റവും വലിയ കാര്യം. അത്രക്കൊടുവിൽ ഒരു ചെറിയൊരു ചേട്ടൻ്റെ ഒരു അമ്മയുടെ ഒരു കട കണ്ടു. നേരെ കയറി ചെന്നപ്പോൾ നല്ല ബജി, ചൂട് ബജിയും ചമ്മന്തിയും. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരേ പിടുത്തട്ടോ ചെങ്ങൈമാരെ. കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ എണ്ണക്കടി വെച്ച പാത്രങ്ങളൊക്കെ കാലിയാട്ടോ. പരിസരത്ത് ആ ഒരു കട മാത്രമേ ഉള്ളൂ. അത്ര തിരിച്ച് പറഞ്ഞിടയിൽ അവിടെ എന്താ പള്ളിപ്പെരുന്നാൾ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഒന്നും കയറാൻ പറ്റാത്ത സങ്കടത്തോടെ ഇങ്ങനെ ഒരേ ഇതിൽ പോരുകയാണ്. ചീത്തയും പറഞ്ഞത് ഇല്ലാത്ത സമയം നമ്മൾ കണ്ടെത്തി. ഇതാണ് ഒറ്റ മൈൻഡിൽ എങ്ങോട്ടും പോകരുത് എന്നുള്ള ഉച്ചഭാവത്തോടെ നമ്മൾ കുറേ ചീത്ത പറഞ്ഞ് സങ്കടത്തോടെ പോകുന്നൊരു കാഴ്ചട്ടേ കാണുന്നത്. എണ്ണക്കടിയും ചായയും കുടിച്ചെങ്കിലും വിശപ്പ് മാറിയിട്ടില്ല കേട്ടോ. നമ്മുടെ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം എന്നുള്ള വാശിയോടെ, കാര്യമൊന്നും നടന്നില്ല, ഞാൻ എന്തെങ്കിലും കഴിക്കാന്നുള്ള വാശിയോടെയാണ് ഈ സ്പീഡിൽ പോകുന്നത്. സമയം ഏകദേശം ആയിട്ടുണ്ടോ, 8 മണിയാവാനായി തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും അടുത്ത ബ്ലോക്ക് തിരിച്ചു വരുമ്പോൾ ഒന്നും നോക്കിയില്ല, ചങ്ങായിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുത്തി കയറ്റിയിട്ട് പരമാവധി സ്പീഡിൽ പോവുകയാണ്. എങ്ങോട്ടെന്നല്ലേ എന്തെങ്കിലും കഴിക്കാന്നുള്ള വാശിയിൽ. അങ്ങനെ പോണ വഴിയിലാണ് നമ്മളൊരു ട്രക്കിൻ്റെ മുന്നിൽ പെട്ടത്. ട്രക്കിൻ്റെ മുന്നിൽ പെട്ടപ്പോൾ ചങ്ങായി പറഞ്ഞു നമുക്കിതിൽ വണ്ടി ഇതിൻ്റെ അടുത്ത് അതിൽ കയറ്റി വെച്ചാലോ ഒന്ന്, പിന്നെ വണ്ടി ഓടിക്കാണ്ട് പോകാലോ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കടയിലെത്തിയിട്ടോ. എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ചായ മാത്രമേ ഉള്ളൂ, കട്ടൻ ചായ മാത്രമേ ഉള്ളൂ, പ്ലേറ്റും അങ്ങനത്തെ ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഒന്നും വേണ്ട ചങ്ങായി ഉള്ളത് കിട്ടിയത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചേട്ടനൊരു ഓംപ്ലേറ്റ് അടിക്കാൻ പറഞ്ഞ കാഴ്ചട്ടേ കാണുന്നത്. കൂട്ടത്തിൽ 2 കട്ടൻ ചായ ആണെങ്കിൽ കട്ടൻ ചായ ഇട്ടോ എന്ന് പറഞ്ഞ് ചേട്ടൻ കട്ടൻ ചായ കഴിച്ച് തരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചേട്ടൻ കട്ടൻ ചായ കഴിച്ച് കട്ടൻ ചായ കൊടുന്ന് വെച്ച് നമ്മളും ഓംപ്ലേറ്റ് പെട്ടെന്ന് കിട്ടി കഴിഞ്ഞാൽ അത് കഴിച്ച് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് തിരക്കിൽ നിൽക്കുന്ന നമ്മളും. അതിനിടയ്ക്ക് ചേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കണ്ട് കവർ ചെയ്തിട്ടേ വരുന്നതെന്ന് പറഞ്ഞു. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെട്ടി വിളുങ്ങണ കാഴ്ചയുണ്ട് ചങ്ങന്മാരെ കണ്ടുകൊണ്ടിരിക്കുക. അതും കഴിഞ്ഞ് ചെറുതായിട്ടൊരു പാട്ടും വെച്ചിട്ട് പതുക്കെ നാട്ടിലേക്ക് പിടിക്കാനുള്ള പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം തൃശ്ശൂർ അടുക്ക് എത്താനായി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും അടുത്തൊരു ബ്ലോക്കിൽ പെട്ടു നമ്മൾ. നമ്മുടെ ജെറ്റിന് ബ്ലോക്ക് ഒരു വിഷയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കുത്തി കയറ്റിയിട്ട് നമ്മൾ അപ്പുറം ചാടാനുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ പെരുന്നാൾ മൂഞ്ചി ഗൈസ്.